അത് വളരെ നമ്മുടെ ഭദ്രാസനത്തിൽ ഒരു പള്ളി പോലുമില്ല. ത്രോണോസിൽ ബൾബുള്ള ഒരു പള്ളിയില്ല, ഒറ്റ പള്ളിയില്ല. എല്ലാം മെഴുകുതിരിയ. മെഴുകുതിരി ഉരുകുന്നത് പോലെ നമ്മൾ ഉരുകണമെന്നല്ല, ബൾബ് കത്തുന്ന പോലെ പ്രകാശിക്കുന്നില്ല, വെട്ടം കാണാൻ വേണ്ടിയല്ല. ഉരുകിന്നടിയാർ നിന്നോടു ചേർന്നതുപോലെ ഉരുകണം. മെഴുകുതിരി ഉരുകുന്നത് പോലെ നമ്മൾ ഉരുകണം. ഈ മനസ്സലിവ് കണ്ടിട്ട് ഈ അവിടെ എന്താ, ആടിനെ കൊടുത്തില്ലേ? മന്ന കൊടുത്ത ദൈവം, ആടിനെ കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ മതി. ഒരു പയ്യൻ 5 അപ്പം കൊണ്ട്, അവന്റെ ഒരു നേരത്തെ അപ്പം കൊണ്ട് പയ്യൻ അവൻ ആ പൊതിക്കെട്ടഴിച്ച് കൊടുത്തപ്പോൾ അനേകായിരങ്ങൾക്ക് തൃപ്തി വന്നില്ലേ? വീണ്ടും ആ കൊട്ടകളെല്ലാം നിറച്ചെടുത്തില്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ഇന്ന ചില്ലി കാശുകൾ ഒരുക്കി വെച്ചതും മാറ്റിവെച്ചതും ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോൾ അത് വർദ്ധിച്ചു വരും, യാതൊരു സംശയവുമില്ല. അഭിവന്ദ്യ യാക്കോബ് മാർ ഏലിയാസ് തിരുമേനി നൽകിയ സന്ദേശം ദയവായി തുടർന്ന് ശ്രവിക്കുക. പണം കൊണ്ട് ചെയ്യുന്ന സഹായം ഇങ്ങേയറ്റത്തേതാണ്. നമ്മൾ ലൗകികരായതുകൊണ്ടാണ് അങ്ങേയറ്റത്താണ് പറയുന്നത്. ഈ ദേവാലയത്തിന് ഒരുപാട് പണം ആവശ്യമുണ്ട്. എല്ലാം കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കത്തില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുമല്ലോ. അത്ഭുതം. എനിക്കിതുവരെ മനസ്സിലാകാത്ത കാര്യം, എന്നെ അച്ഛന്മാരെ കളിയാക്കിയിട്ടുണ്ട് ഓരോ കാര്യവും. അപ്പൊ ഞാൻ പറയും, ഞാൻ വിശ്വസിക്കുന്ന ദൈവം മന്ന ഇട്ടുകൊടുത്ത ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്നത് 6 ലക്ഷം പേർക്ക് മോശ മന്ന കൊടുത്തു. ഏത് റേഷൻ കടയിൽ നിന്ന് കൊടുക്കാനൊക്കും? ഇറച്ചി വേണമെന്ന് പറഞ്ഞ മോശ ചോദിച്ചു, അവര് ഇറച്ചി ചോദിക്കുന്നു. നീ കണ്ടോ? കൊടുത്തില്ലേ? കാടകൾ വന്ന് മന്ന തീ വീണ്, ശത്രുക്കൾ തീ ഇട്ടിട്ട് പോലും മന്ന ഉരുകിയില്ല. പക്ഷെങ്കിൽ ഇസ്രായേൽ ദൈവത്തിന്റെ ജനം പെറുക്കാൻ താമസിച്ചു പോയി, വെയിൽ ഉറച്ചപ്പോൾ ഉരുകിപ്പോയി. വെളുപ്പാങ്കാലത്ത് എണീച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ ചെയ്യണം. നേരം വെളുത്ത് വെയിലത്ത് ഉരുകി, ശത്രുക്കളുടെ തീയത്തുരുകാത്ത മന്ന വെയിലത്തുരുകിപ്പോയി. മന്ന പെറുക്കണമെങ്കിൽ എപ്പം പോണം? വെളുപ്പിനെ പോണം. വെളുപ്പിനെ എണ്ണിച്ച് റബ്ബർ വെട്ടുന്നവരൊക്കെ 3 മണി 4 മണിക്കൊക്കെ നമ്മൾ വെളുപ്പിനെ എണ്ണിക്കണം. അതിൻ്റെ എക്സ്ക്യൂസ് ഒന്നുമില്ല. അച്ഛനും എനിക്ക് എക്സ്ക്യൂസ് ഇല്ല, താമസിച്ചാ കടന്നെന്നും പറഞ്ഞ് നമസ്കാരം കൃത്യം നടത്തേ പറ്റൂ. എക്സ്ക്യൂസ് ആർ നോട്ട് ആൻസേഴ്സ്. ഒഴിവുകൾ വകയില്ലാത്തൊരു സമയം വരും. പോകുകയും നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല, അറിയുന്നില്ല. എക്സ്ക്യൂസസ് ആർ നോട്ട് ആൻസേഴ്സ്. എക്സ്ക്യൂസസ് ഒഴിവാക്കാൻ നോക്കണം. പോകട്ടെ. ആരാധന ആദിമകാലം തൊട്ട് കായേനും ഹാവേനും അവിടെ വഴിപാട്. ആ 4-ാം അധ്യായത്തിൽ തന്നെ വരുമ്പോൾ, 4-ാം അധ്യായം, ഉൽപ്പത്തി 4-ാം അധ്യായം 26-ാം വചനം, ശേത്ത് ജനിക്കുന്നു ആദമിന്. ശേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശിന്റെ കാലം തൊട്ട് യഹോവയുടെ നാമത്തിൽ ആരാധന. അപ്പൊ 4-ാം അധ്യായത്തിൽ എന്ത് കാണുന്നു? ആരാധന കാണുന്നു. യഹോവയുടെ നാമത്തിൽ ആരാധന നടക്കുന്നുണ്ട്. ഈ ആരാധന അത് കഴിഞ്ഞിട്ട് 8-ാം അധ്യായം വരെ നോഹയുടെ വെള്ളപ്പൊക്കം. അത് നോഹ ഒരു യാഗപീഠം പണിയുന്നു. ആ യാഗപീഠത്തിൽ നിന്ന് സുഗന്ധം പുറപ്പെടുന്നു. അത് ദൈവം തമ്പുരാൻ അതിന്റെ സുഗന്ധം മണത്തപ്പോൾ അനുഗ്രഹം കൊടുത്തു. ഇനി ഞാൻ വെള്ളം കൊണ്ട് ലോകത്തെ നശിപ്പിക്കത്തില്ല എന്ന് തീരുമാനിച്ചു. അപ്പൊ യാഗവുമാണ്, വഴിപാടൊക്കെയാണ്, സുഗന്ധം, ഇതെല്ലാം കൂടാണ് ഇവിടെ വരുന്നത്. യാഗം, സുഗന്ധം, ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നേർച്ച കാഴ്ചകളായിട്ട് പോകേണ്ടതാണ് മെഴുകുതിരി, കുന്തിരിക്കം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ നമ്മുടെ ഭദ്രാസനത്തിൽ ഒരു പള്ളി പോലുമില്ല. ത്രോണോസിൽ ബൾബുള്ള ഒരു പള്ളിയില്ല, ഒറ്റ പള്ളിയില്ല. എല്ലാം മെഴുകുതിരിയ. മെഴുകുതിരി ഉരുകുന്നത് പോലെ നമ്മൾ ഉരുകണമെന്നല്ല, ബൾബ് കത്തുന്ന പോലെ പ്രകാശിക്കുന്നില്ല, വെട്ടം കാണാൻ വേണ്ടിയല്ല.
ഉരുകിന്നടിയാർ നിന്നോടു ചേർന്നതുപോലെ ഉരുകണം. മെഴുകുതിരി ഉരുകുന്നത് പോലെ നമ്മൾ ഉരുകണം. ഈ മനസ്സലിവ് കണ്ടിട്ട്, ഈ മാനസാന്തരം കണ്ടിട്ട് വേണം ദൈവം നമ്മിൽ കരുണ തോന്നേണ്ടത്. കരുണയുള്ളവരോട് മാത്രമേ കരുണ കാണിക്കത്തുള്ളൂ. ആകയാൽ മനസ്സലിയുള്ളവരാണ് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കേണ്ടത്. അത് കാണുന്ന കർത്താവ് മനസ്സലിഞ്ഞ് നമുക്ക് നമ്മുടെ തലമുറയ്ക്കും. അപ്പൊ ഈ നോഹയുടെ യാഗം പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ബലി കഴിച്ചു നോഹയ്ക്ക്. അതുകൊണ്ടാണല്ലോ നോഹയുടെ തലമുറയിൽ നോഹ നീതിമാനായിരുന്നു. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നമുക്ക് വേണ്ടത് അതാണ്. പൗലോസ്ലീഹ വലിയ ശൂലം എന്ന് വെച്ചാൽ വലിയ മുള്ളിന്റെ വേദന അനുഭവിച്ചിരുന്നു. മാറ്റിത്തരാൻ 3 പ്രാവശ്യം ഭക്തനായിരുന്നു. 3 പ്രാവശ്യം മുട്ടിപ്പാട് വിഷയം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു, കൊടുത്തില്ല. എന്റെ കൃപ നിനക്ക് മതി. അതുകൊണ്ട് നമ്മുടെ സഭയിൽ പിതാക്കന്മാര് പഠിപ്പിക്കുന്നു, കർത്താവ് പഠിപ്പിക്കുന്നു, നിനക്ക് കൃപ മതി, അതേ ചോദിക്കാവൂ. മറ്റെന്ത് ചോദിച്ചാലും കൃപ ചോദിക്കാവൂ. അതുകൊണ്ടാണ് ചൊല്ലുന്നത്, കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ, അലിവോട് കൃപ ചെയ്യുക നാഥ, ഉണ്ടാകുൾ കൃപ പാപികളാം ഞങ്ങളിലും. ഈ കൃപ വരുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസമുണ്ട്, ആ കൃപ കൊണ്ട് ഇതെല്ലാം സഹിക്കാനായിട്ട് സാധിക്കും. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് എല്ലാവരും ഇറങ്ങി ബലി കഴിച്ചു, ദൈവം പ്രസാദിച്ചു. ഹാബേലിന്റെ വഴിയിൽ ദൈവം പ്രസാദിച്ചു. പിന്നിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഉൽപ്പത്തി 22-ാം അധ്യായം വരുമ്പോൾ പറയുന്നു, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ എനിക്ക് ബലി കഴിക്കാൻ. നാം ബലി കഴിക്കേണ്ടത് നമ്മെ സ്നേഹിക്കേണ്ടതാണ്. നോമ്പ് കാലങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ചിലർ കഴിക്കും, ചിലർ കഴിക്കത്തില്ല. നാം സ്നേഹിക്കുന്നത് ദൈവത്തെയാണോ ബ്രേക്ക്ഫാസ്റ്റിനെയാണോ? ഒരു കട്ടൻ കാപ്പിയാണോ കുർബാനയാണോ? രോഗമുള്ളവരൊക്കെ ആയിക്കോ, ആരോഗ്യമുണ്ടെങ്കിൽ രോഗമൊന്നുമില്ലെങ്കിൽ ഇതൊരു കോമ്പറ്റീഷനാണ്. നാം സ്നേഹിക്കുന്നതിനെ ബലി കഴിക്കാൻ നമുക്ക് സാധിക്കുമോ? അതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവജനമായിട്ട് മാറുമ്പോൾ നമ്മെ ദൈവം സ്നേഹിക്കും, യാതൊരു സംശയമില്ല. പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. ദൈവരാജ്യമാണ് ദൈവജനത്തിന്റെ പാതയെങ്കിൽ ആ പാത ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാണ്. ദൈവജനത്തിന്റെ പാത ദൈവരാജ്യത്തിലേക്ക് പോകുന്നത് ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാണ്. വിശാലമായ പാത നരകത്തിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമ്മുടെ പള്ളിയിലൊക്കെ വരുമ്പോഴും ഞെരുക്കം മാറി വിശാലതയിൽ മാറുവാനാണ്. മനസ്സിലാവുന്നു? ഞെരുക്കമൊക്കെ എപ്പോഴും ഉണ്ട്, കാര്യങ്ങളൊക്കെ നടക്കും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ബുദ്ധിമുട്ടൊരു പ്രയാസമായിട്ട് തോന്നത്തില്ല. ഇന്നത്തെ തലമുറയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാമോ? ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത തലമുറയാണ്. കഷ്ടം എന്താണെന്ന് അറിയാത്ത തലമുറയാണ്. എന്നെപ്പോഴും പറയും, കഷ്ടപ്പെടാത്ത തലമുറ നഷ്ടപ്പെട്ടിരിക്കും. മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അവർ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെടാൻ അനുവദിക്കുന്നില്ല. കഷ്ടപ്പെടാത്ത തലമുറ നഷ്ടപ്പെട്ടിരിക്കും. ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കഷ്ടവും നഷ്ടവുമാണ്. രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കഷ്ടപ്പെട്ട് രൂപ ഉണ്ടാക്കണം. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നഷ്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവരാജ്യം വരുമ്പോൾ കഷ്ടവും നഷ്ടവും ഉണ്ടാകുന്നത്. പണ്ട് ഭക്തൻ പാടിയത് അതുകൊണ്ടാണ്, കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദൈവം തരുന്ന കഷ്ടതയുണ്ട്, നമ്മൾ വരുത്തി വെക്കുന്ന കഷ്ടതയുണ്ട്. നമ്മൾ വരുത്തി വെക്കുന്ന കഷ്ടതയുടെ പേരാണ് വേണ്ട കഷ്ടത. എന്താ? അനാവശ്യമായ കഷ്ടത. അപ്പൊ വേണ്ട കഷ്ടതയുണ്ട്, വേണ്ടാത്ത കഷ്ടതയുണ്ട്. നമ്മൾ ചൊല്ലുന്നത് വേണ്ടാത്ത കഷ്ടത മാറ്റിത്തരണമെന്ന. കഷ്ടത വേണ്ടെന്നല്ല, വേണ്ടാത്ത കഷ്ടതയും അരുതാത്ത ചിന്തയും മാറ്റിക്കളയണം. വേണ്ട കഷ്ടത വീൺ ചിന്തയുമടിയാരിന്നൊഴിക്കാം. സാത്താൻ വന്നിട്ട് അരുതാത്ത ചിന്തകളെ മോഹങ്ങളൊക്കെ തരും. അതിനെ ഒഴിവാക്കാൻ സാധിക്കണം. പോട്ടെ, ഉൽപ്പത്തിയിൽ അബ്രഹാമിന്റെ ബലി, സ്നേഹിക്കുന്ന മകനെ ബലി കഴിച്ചു.
അപ്പം സാറായോട് പറഞ്ഞു, ഞാനും അവന് പോയി ബലി കഴിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ. അപ്പൊ അടുക്കളയിൽ നിന്ന് അമ്മച്ചി പറഞ്ഞു, സമാധാനത്താലേ പോയി വരാൻ. അടുക്കളയിൽ നിന്ന് പ്രാർത്ഥന കേട്ടോ കേട്ടില്ലയോ? കേട്ടു. സമാധാനത്തോടെ തിരിച്ചു വന്നു. അവിടെ എന്താ? ആടിനെ കൊടുത്തില്ലേ? മന്ന കൊടുത്ത ദൈവം, ആടിനെ കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ മതി. ഒരു പയ്യൻ 5 അപ്പം കൊണ്ട്, അവന്റെ ഒരു നേരത്തെ അപ്പം കൊണ്ട് പയ്യൻ, അവൻ ആ പൊതിക്കെട്ടഴിച്ച് കൊടുത്തപ്പോൾ അനേകായിരങ്ങൾക്ക് തൃപ്തി വന്നില്ലേ? വീണ്ടും ആ കൊട്ടകളെല്ലാം നിറച്ചെടുത്തില്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ഇന്ന ചില്ലി കാശുകൾ ഒരുക്കി വെച്ചതും മാറ്റിവെച്ചതും ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോൾ അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരും. യാതൊരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ മതി. ഒരുപാട് പേരൊന്നും നമുക്ക് ആവശ്യമില്ല. ആളുകൾ പോയി കാണും, ജോലി പോയി കാണും. പിന്നെ ഗിദെയോന്റെ കാലത്താണല്ലോ പറഞ്ഞത്, ഗിദെയോൻ ശത്രുക്കളെ തോൽപ്പിക്കാനായിട്ട് 3000 പേരെ എടുത്തുകൊണ്ട് വന്നു. അപ്പം ദൈവം നമ്മൾ ചോദിച്ചു, എന്തിനാ ഇതെല്ലാം? ദൈവത്തിന്റെ ശക്തി ആണ് ഇവരെ ജയിക്കാൻ. ആൾബലം ആവശ്യമില്ല, മാറ്റാൻ പറഞ്ഞു. എന്നിട്ട് 300 പേരെ എടുത്തു. പറഞ്ഞു, പട്ടി നക്കി വെള്ളം കുടിക്കുന്ന പോലെ വെള്ളം കുടിക്കാൻ കഴിയുന്നത് 300 പേരെ. ആ 300 പേരെ കൊണ്ടാണ് ഇരുന്നത്, സൈന്യബലം കൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് ദൈവം നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ, നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ അധ്വാനം, നമ്മുടെ ഐക്യം, നമ്മുടെ സഹകരണം, ഇതെല്ലാം വരുമ്പോൾ അത്ഭുതം നടന്നിരിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് മിസ്റ്ററി. അത്ഭുതമൊന്നും വിവരിക്കാനൊക്കത്തില്ല, അത് അത്ഭുതം തന്നെ. വിവരിക്കാൻ സാധിക്കുന്നതാണ്, എൻ്റെ പേര് വേറെ വല്ലതുമാണ്, അത്ഭുതമല്ല. അത്ഭുതം, എ മിറക്കിൾ വിൽ റിമെയിൻ ഓൾവേസ് എ മിറക്കിൾ. നോബഡി ക്യാൻ എക്സ്പ്ലെയിൻ ഓർ പിന്നെ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. മിറക്കിൾ എന്നും അത് തന്നെയായിരിക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ചില ആളുകളെ ദൈവത്തെ കാണാൻ അന്വേഷിച്ചു കിടക്കും. ഞാൻ പറയും, ഉള്ളിക്കകത്ത് എന്തിരിപ്പുണ്ടെന്ന് അന്വേഷിച്ചാൽ പൊളിച്ചു നോക്കി അവസാനം പറയേണ്ടി വരും ഉള്ളിക്കകത്തൊന്നും ഇല്ലെന്ന്. അതുകൊണ്ട് ഇതൊന്നും പൊളിച്ചു നോക്കാനുള്ളതല്ല, അത് അനുഭവിക്കാനുള്ളതാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ദിവസവും പ്രാർത്ഥിച്ച് ഒരുങ്ങി ശേഖരിച്ച് വെക്കുന്ന എല്ലാം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അറിവില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ, എനിക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്നേക്കാൾ ആളുകൾ ട്രെയിനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ ഇപ്പോഴും എല്ലാ മാസവും 1 ലക്ഷം രൂപ എനിക്ക് കടം തരുന്നുണ്ട്. 1 ലക്ഷം രൂപ. ഈ കടമെല്ലാം മേടിച്ച് ബാങ്കിലിട്ടൊക്കെ ആയി. ഈ കൂതാശ് കഴിഞ്ഞ് 12 പേര് ഇവിടെ നിന്ന് ചോദിച്ചു, 12 കൊടുത്തു. ആരെങ്കിലും അത്യാവശ്യക്കാരെ പിന്നെ ലോൺ തന്നിട്ട് ചോദിച്ചാൽ തീർച്ചയായിട്ടും തരും. ഇന്ന് എനിക്ക് മെസ്സേജ് കിട്ടിയാൽ നാളെ നെഫ്റ്റ് കിട്ടിയിരിക്കും. ആരെങ്കിലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചു, നീ പറഞ്ഞല്ലേ എടുത്തെന്ന് വേണ്ട. മനസ്സിലായോ? അതൊക്കെ ദൈവം തമ്മിൽ നടത്തും. ഇവരുടെ കൂടെ നിന്നാൽ മതി. എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, അച്ഛൻ്റെ കൈ വേണം മേളിൽ നിൽക്കാൻ, അച്ചായൻ്റെ കൈയല്ല. ഞാൻ വന്നപ്പം പറഞ്ഞതാണ്, മോശ യുദ്ധത്തിൽ ജയിക്കാൻ എന്ത് ചെയ്യണം? മോശയുടെ കരങ്ങൾ പൊക്കിപ്പിടിക്കണം. മോശയുടെ കരമായിരിക്കണം. അത് തളർന്നപ്പോൾ എന്ത് ചെയ്തു? അഹറോനും ഹൂറും കൂടെ താങ്ങിപ്പിടിച്ചു. ഇതാണ് അച്ഛൻ്റെ കൈകൾ. ശുശ്രൂഷക്കാർ നിങ്ങളെല്ലാം കൂടെ താങ്ങിപ്പിടിക്കണം. അച്ഛൻ്റെ കൈ മാത്രമാണ് മേളോട്ട് പൊങ്ങി നിൽക്കുന്നത്. പള്ളിയിൽ അങ്ങനല്ലേ? നമുക്ക് കുർബാനയ്ക്ക് ആരുടെ കൈയാ പൊങ്ങി നിൽക്കുന്നത്? അച്ഛൻ്റെ കൈ. എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് അച്ഛൻ്റെ കൈയാണ്. ഇതെപ്പോഴും ഓർത്തോണം. ദൈവത്തിന് വിധേയപ്പെട്ട് പോകുമ്പോൾ വൈദികർക്ക് സ്ഥാനം, അതങ്ങനെ പോകുന്നു. അതുകൊണ്ട് അനുഗ്രഹമേ ഉണ്ടാകത്തുള്ളൂ, യാതൊരു സംശയമില്ല. അതുകൊണ്ട് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുക. ദിസ് ഇസ് ദ റൈറ്റ് ടൈം. എത്രയോ നാളുകളായിട്ട് ഇതെല്ലാം ശേഖരിച്ചു വെച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു, അനുഗ്രഹ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്ഭുതകരമായിട്ട് നടന്നിരിക്കുന്നു. ഇനി അടുത്ത ഫേസ് നടക്കും. വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ മതി. ആരും പുറകോട്ട് അമ്പരന്ന് പോകരുത്. ഇസ്രായേൽക്കാരെ ചെങ്കട വന്നിട്ട് എങ്ങനെ നടക്കും? അമ്പരന്ന് പോയി. അപ്പൊ അന്നേരം ചെയ്തു, 6 ലക്ഷം പേർക്കൊന്നും ചെയ്തില്ല. എല്ലാം മോശയാ ചെന്ന് ചോദിക്കുന്ന എന്തോ ചെയ്യണമെന്ന്. അതുകൊണ്ട് നിങ്ങളെ അച്ഛനെ ഏൽപ്പിച്ച അച്ഛൻ അവിടെ കയറി ചോദിക്കണം, എന്താ ചെയ്യേണ്ടത്, നാളെ എങ്ങനെയാണ്. ആ പറഞ്ഞു, ഒരു ഉണക്കവടി കൊടുത്തു, ഇത് നീട്ടാൻ പറഞ്ഞു. അപ്പം ചെങ്കടലുണ്ടായി. അവര് നടന്നുപോയി. അപ്പുറം ഞാൻ വീണ്ടും ഞങ്ങൾ എന്തോ ചെയ്യണം? എടാ, തുറക്കുന്ന താക്കോല് തന്നെ ഇട്ടാ പൂട്ടുന്നത്. ആ വടി നീട്ടാൻ പറഞ്ഞു. അപ്പോൾ
ഓരോ സന്ദർഭങ്ങളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. വേറൊന്നും ചെയ്യാനില്ല. മോർ തിങ്സ് ആർ റോട്ട് ബൈ പ്രയർ ദാൻ ദ വേൾഡ് ഡ്രീംസ് ഓഫ്. നമുക്കറിയാമല്ലോ എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ ചോദിക്കുന്നത്. നമ്മുടെ ഒരു അരമന തന്നെ അത്ഭുതകരമായിരിക്കും. ബാബാ തിരുമേനി കൂതാശിന്റെ ആരണി പറഞ്ഞു മാർവലസ്. വേറൊന്നും പറയാനില്ല, മാർവലസ്. എങ്ങനെയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസമുണ്ട്. ഒരു പങ്ക് നല്ലപോലെ ഇവിടുന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കിയൊക്കെ വളരെ വളരെ തുച്ഛമല്ലേ. അത്ഭുതങ്ങളാണ്, അഭിമാനകരമാണ്. ഒരു കാര്യം ഓർത്തോണം, കാനാവിലെ കല്യാണത്തിന് അപമാനം മാറ്റാൻ ദൈവം തമ്പുരാൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ മേൽത്തരം വീഞ്ഞാണ് കൊടുത്തത്. ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട പ്രാർത്ഥന മാത്രമാണ്. ഞങ്ങളെ മംഗലാപുരത്ത് കയറിപ്പോകുന്ന സ്റ്റെയർ കേസിന്റെ അവിടെ ധൂപം വെച്ചുകൊണ്ടിരുന്നത്. വേറൊരു സ്ഥലമില്ല. പക്ഷെ ഇപ്പം തന്നത് വളരെ അനുഗ്രഹമായ ഒരു സ്ഥലമുണ്ട്. പലരും ചോദിച്ചു എന്തിനാ ഈ സ്ഥലം? എല്ലാ ആഴ്ചയും 20-25 കുട്ടികൾ മിനിമം വരുന്നുണ്ട്. ഓശാനയ്ക്ക് 50 കുട്ടികൾ വന്നു. ഇനിയും വരാനുണ്ട്. മനസ്സിലാകുന്നു? അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. നിങ്ങളത് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് നാം സ്നേഹിക്കുന്ന എല്ലാത്തിനെയും ത്യജിച്ച് ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുമ്പോൾ ഇത് കാണും. അങ്ങനെ അങ്ങോട്ട് പോയി കുറെ കഴിഞ്ഞപ്പോൾ യാക്കോബ് ലാബാന്റെ വീട്ടിലേക്ക് പോകുന്നു. ക്ഷീണിച്ച് കിടന്നുറങ്ങി. തലേണ എടുത്തു വെച്ചു കല്ലായിട്ട്. അവിടെ സ്വപ്നം കണ്ടു. രാവിലെ എഴുന്നേറ്റ് കല്ല് നാട്ടി എണ്ണയൊഴിച്ചു. തിരിച്ചു വരുമ്പോൾ ആ കല്ല് ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 16 വാക്യം വായിക്കുമ്പോൾ ആ സ്ഥലത്തെ കുറിച്ച് യാക്കോബ് 3 കാര്യം പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ വേദപുസ്തകത്തിലുള്ള. അതിനുമുമ്പേ നമ്മൾ ഈ എല്ലാ ഞായറാഴ്ചയും ചൊല്ലുന്നുണ്ട് ഹാബേലിന്റെ ബലി തൊട്ട. വേദപുസ്തകം അറിയാവുന്നവർക്കത് വരുന്നത്. ഹാബേലിന്റെ ബലി, നോഹിന്റെ ബലി, അബ്രഹാമിന്റെ ബലി, ഈ പറഞ്ഞതെല്ലാം കൂടെ ഒറ്റ സ്റ്റാൻസായി ചൊല്ലുന്നു. ഹാബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ. ഓർത്തഡോക്സുകാരൻ വേദപുസ്തകം ഇല്ലയോ? വാക്യമല്ലുള്ളത്, വേദപുസ്തകം മുഴുവനാണ്. ഇത്രയും വേദപുസ്തകം ആരാധന അരച്ചു ചേർത്തിരിക്കുന്ന ഒരു സഭയും വേറെയില്ല. ഇത് പെറുക്കിയെടുത്ത് വാക്യം പറയാൻ അറിയത്തില്ലെന്നുള്ളതേ ഉള്ളൂ. അത് സാരമില്ല, വേദപുസ്തകയാണെന്ന് അറിഞ്ഞാൽ മതി. ഉച്ചയ്ക്ക് ആരെങ്കിലും ചോറുണ്ടെങ്കിൽ അത് ആര് കൃഷി ചെയ്ത നെല്ല, ഏത് പാടത്തിലാണെന്ന് അറിയേണ്ട കാര്യമില്ല, അരിയാണെന്ന് അറിഞ്ഞാൽ മതി. അത്രേ അറിഞ്ഞാൽ മതി. മനസ്സിലാവുന്നു? അത്രേ അറിഞ്ഞാൽ മതി. ഇത് തടിയാന്ന് അറിഞ്ഞാൽ മതി. ഇത് ഏത് കാട്ടിലെ ആരുടെ തടിയാന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് തടിയാ. എനിക്ക് പിന്നെ അറിയത് ഒലിവാന്നറിയാം, പക്ഷെ ആരുടെ വീട്ടിലെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വചനത്തിലുള്ളതാണിത്. വചനവേദാന്ന് പഠിക്കണം. ഈ പറഞ്ഞതെല്ലാം കൂടാണ് ഒറ്റ സ്റ്റാൻസിൽ. ഹാബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ച അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ. നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാൽ അടിയാരെ. നമ്മുടെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ടിട്ട് അടിയാരെ. ഈ യാക്കോബിന്റെ ഗോവേണി ഞാൻ പറഞ്ഞല്ലോ, താഴേന്ന് പടി കയറി ഏറ്റവും വലിയ ആ പടിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, 3 കാര്യങ്ങൾ യാക്കോബ് പറയുന്നുണ്ട്. യാക്കോബ് ദർശനത്തെ കാണുന്നുണ്ട്. അത് നമ്മുടെ ദേവാലയത്തെ സംബന്ധിച്ചൊക്കെ അർത്ഥവത്താണ്. ഉൽപ്പത്തി 28 അധ്യായം 16-17 വാക്യം. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. നമ്മളെങ്ങും ദൈവത്തെ തേടി എങ്ങും പോകണ്ട. നമ്മുടെ സ്വന്തം പള്ളി, നമ്മുടെ ദേവാലയം. യഹോവ ഈ സ്ഥലത്തുണ്ട്, ഞാനോ അത് അറിഞ്ഞില്ല. എന്നിട്ട് പറയുന്നു എന്ന് പറഞ്ഞ് അവൻ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ഭയത്തോടും വിറയിലോടും, ഭയവും വിറയിലും വരുമ്പം കീബോർഡ് പറ്റുകയില്ല. അച്ഛൻ വഴക്കുണ്ടാക്കണ്ട, നിന്നേച്ചിഞ്ഞ് പോരെ. ഇത് ഭയങ്കരമായിരിക്കുന്നു പറയാണ്. ഇത് ഭയങ്കരം. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അതറിഞ്ഞില്ല. അവൻ ഭയപ്പെട്ടു. ഭയത്തോടും വിറയിലോടും നാം, ഇവിടെ ചിരിക്കാനും കളിക്കാനുള്ള സ്ഥലമല്ലത്. ഭയത്തോടും വിറയിലോടും നാം സൂക്ഷിക്കണം.
ആരാധന എന്റർടൈൻമെന്റ് അല്ല, പ്രോഗ്രാം അല്ല, പെർഫോമൻസ് അല്ല. ദൈവത്തിന്റെ കൃപ ലഭിക്കുകയില്ല. ദൈവത്തിന്റെ സഭയാണ്, കൃപയില്ല. അതുകൊണ്ട് കൃപയാണ് പ്രധാനം. കൃപയുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാകും. സൗകര്യം പോലെ ചെയ്താൽ മതി. അതുകൊണ്ട് ഇത് ഭയങ്കരം. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. വെറും ഒരു സ്ഥലത്ത് ഒരു കല്ലെടുത്ത് വെച്ച് കിടന്നുറങ്ങിയതാ. അപ്പൊ ദർശനം കണ്ടു, കല്ല് നാട്ടിയിട്ട് പറഞ്ഞു, ഓ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ. ദൈവത്തിന്റെ ആലയം, സ്വർഗത്തിന്റെ വാതിൽ. അതുകൊണ്ടാണ് സ്വർഗവും ഭൂമിയും തമ്മിൽ വേർതിരിക്കുന്നു. മറ തുറക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടതായിട്ട് കാണുന്നത്. ഇതിന്റെയൊക്കെ അർത്ഥം, പള്ളിക്കകത്ത് വരുമ്പോൾ ഭയമുണ്ടാകണം. ഭയത്തോടും വിറയിലോടും നാം സൂക്ഷിക്കണം. ഭയവും വിറയിലും. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഈ ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ. വേദപുസ്തകം നല്ലപോലെ വായിച്ചാൽ മതി. എത്ര പ്രാവശ്യം പറഞ്ഞ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. ആർക്കാ ഭയം? ആർക്കാ വിറയല്? താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സർവശക്തനായ ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.